വായനക്കാരിലേക്കായാലും ശ്രോതാക്കളിലേക്കായാലും ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന പത്രപ്രവർത്തകൻ ശ്രീ തോമസ് ജേക്കബ് അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള എന്നെപ്പറ്റി അലക്സ് പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ ചീഫായിരുന്ന കെ എം മാർട്ടിനെ പറ്റിയാണ്. അവരെന്റെ പേരിലേക്ക് അദ്ദേഹം ജാതി തന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ പറ്റി സ്വാഗതം പറയുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധമോ അല്ലെങ്കിൽ നല്ല കാര്യമാണ്. ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം മീഡിയയിലെ ചലച്ചിത്രം ഇപ്പോഴത്തെ സ്ഥിതികളെ പറ്റി ആഗ്രഹിക്കാൻ പോകാം. പക്ഷെ അതിന് മുമ്പ് ഇവിടെ ഇത്രയും കാലം വന്ന് എക്സലൻസ് തെളിയിച്ച നിങ്ങളോട് എന്റെ മനസ്സിൽ കടന്നു വന്നതിന്റെ എക്സലൻസിന്റെ ഉദാഹരണങ്ങളെ പറ്റി ആദ്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അത് എക്സലൻസിനെ പറ്റി എത്ര കേട്ടാലും ഓരോ ആളുകളുടെ മുമ്പിൽ ഓരോ ചിത്രങ്ങളാണ് വരുന്നത്. വളരെ പണ്ടുപോലെ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം, ലോകത്തിലെ ഏറ്റവും മാറ്റി നിർത്തുന്നത്. ഇപ്പൊ പറയും മൊബൈൽ ഫോണാണെന്ന് പറയും, വേറെ ചിലത് ഫേസ്ബുക്ക്, ഇന്റർനെറ്റ് ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതിന് മുമ്പ് വരെ എല്ലാവരും കൂടുതൽ തവണ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്നാണ് വീട്ടിൽ കണ്ടിരിക്കുന്നത് നമ്മളുടെ സ്ഥിതി നമ്മുടെ തലമുറയ്ക്ക് അറിയില്ല. പക്ഷെ കഴിഞ്ഞ തലമുറ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ലോകത്തെ മാറ്റിമറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എക്സലൻസിലൂടെ ഒന്നാണ്. അത് അച്ചടിക്കണം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഈ സാഹചര്യമാണ്. വീട് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് അനുഭവം കൊണ്ടാണ് കണ്ടത്തിലൂടെ സ്വാമിക്ക് മലയാളം വരുന്ന സാധിക്കാൻ കഴിയുന്നത്. അദ്ദേഹം ആദ്യമായി ജോലി ചെയ്ത മലയാളം തന്നെയായിരുന്നില്ല. കൊച്ചിയിലെ കേരളം എന്നുകൊണ്ട് പറയുന്ന പത്രത്തിലായിരുന്നു. അത് ഒരു മലയാളി സ്ഥാപിച്ചതല്ല. അനേകം ഗുജറാത്തികൾ കേരളത്തിലേക്ക് ബിസിനസ്സിനായി വന്നെങ്കിൽ ബിസിനസ്സിനായിട്ടല്ലാതെ വന്ന ഒരു ഗുജറാത്തി മലയാളത്തിൽ ഒരു പത്രമാണ് ഗുജറാത്തി നിർമ്മിച്ചത്. അദ്ദേഹം അതിനൊരു പത്രാധിപരെ തേടിയപ്പോ കണ്ടത്തിൽ പ്രദേശ ആളുകളുടെ കൂടെ പഠിച്ച ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് സെർച്ച് ചെയ്തത്. പത്രാധിപരെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ താല്പര്യമായിട്ട് തോന്നി. അങ്ങനെ അദ്ദേഹം പത്രാധിപരായി. ദേവി ബിന്ദി എന്ന് പറയുന്ന ഈ ഗുജറാത്തി മലയാളത്തിൽ ഒരു പത്രമല്ല 3 പത്രങ്ങൾ സ്ഥാപിച്ചു. ആദ്യം കേരളമിത്രം, അത് കഴിഞ്ഞിട്ട് പശ്ചിമതാരക എന്ന് പറയുന്നത്. പശ്ചിമതാരക അദ്ദേഹം ഒറ്റയ്ക്കല്ല സ്ഥാപിച്ചു. കുറെ ആളുകൾ ചേർന്ന് കോട്ടയത്തെ കുടിയെന്ന് റൈറ്ററും ഒക്കെ കൂടി ചേർന്ന് ആരംഭിച്ചു. റൈറ്ററിന് പറഞ്ഞാൽ എഴുത്തുകാരെന്ന് പറഞ്ഞിട്ട് അവിടെ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാത്തിന്റെയും കണക്കുകൾ നന്നായി ചെയ്യാൻ കഴിയുന്ന ആളുകളെ റൈറ്റർമാർ സ്ഥാപിച്ചത്. അങ്ങനെ കുടിയൻ റൈറ്റർ എല്ലാവരും ചേർന്ന് പശ്ചിമതാരക ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ വെസ്റ്റേൺ സ്റ്റാർ ഒരു പത്രമാണ്. ഈ ഡൽഹി ദ്വീപിലെ താല്പര്യം എത്രയാണെന്ന് അറിയണമെങ്കിൽ കേരള ഗവൺമെന്റ് മിച്ചഭൂമിയായി പിടിച്ചെടുത്ത പാതിര മണൽ എന്ന് പറയുന്ന ആ ദ്വീപ്, അതിന്റെ പുറകോട്ട് ചെല്ലുമ്പോൾ ആദ്യത്തെ അവകാശികൾ ഒരാൾക്ക് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് പിന്നെ പലരും മേടിച്ച് മിച്ചഭൂമിയായി ഗവൺമെന്റ് വന്നതാണ്. കണ്ടത്തിൽ പഠിച്ചാൽ തിരുവല്ലയിലെ ശ്രീമൂലം എന്ന സ്ഥലത്ത് നിന്ന് കൊച്ചിയിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഇടയ്ക്ക് അവധി കിട്ടുമ്പോൾ വീട്ടിൽ വീണ്ടും മടങ്ങി പോകും. അന്ന് ചക്രം കണ്ടുപിടിച്ചിട്ടില്ല എന്നുകൊണ്ട് ചക്രം കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ വ്യാപകമായി കേരളത്തിൽ പ്രചരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ 2.25 മണിക്കൂർ എത്തുന്ന തിരുവനന്തപുരം മുതൽ ഉച്ച വരെയുള്ള ദൂരം അദ്ദേഹം യാത്ര ചെയ്യാൻ എടുത്ത ഒരാഴ്ചയായി. അന്ന് റോഡില്ല, റോഡിലൂടെ മോട്ടോർ വാഹനമില്ല, ചില കാലവണ്ടികൾ ഉണ്ടാകുന്നു. അപ്പൊ കാണുന്ന കാലവണ്ടി കുറെ യാത്ര ചെയ്യും. പിന്നെ
പിന്നെ നടക്കും, വഴിയില്ലാത്തത് തന്നെ ഒറ്റയിൽ പാതയിലൂടെ നടക്കും. ഏതെങ്കിലും ഒരു നദിക്കരയിൽ ചെല്ലുമ്പോൾ വള്ളം വളരെ അക്കരയ്ക്ക് വളർത്തി പോവും. അത് കഴിഞ്ഞ് കായലിന്റെ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായി വള്ളത്തിന്റെ മൂല്യം ഉച്ചയ്ക്ക്. ഈ ഒരാഴ്ച യാത്രയ്ക്കിടയ്ക്ക് നീളം കുറഞ്ഞ ഈ വലീസുമാർക്കുള്ള വെള്ളത്തിനാണ് വീണോ അപകടമാകുമെന്ന് പേടിച്ചിട്ട് ഈ അമ്മ ഒരാഴ്ചയും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ രണ്ടും തവണയായിരുന്നു നമ്മൾ മനസ്സിലായി നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നുണ്ട്. അപ്പൊ അമ്മയോട് പറഞ്ഞു, ഞാൻ അവിടെ എത്തിയ ഉടനെ ഞാൻ ഇവിടെ എത്തി അറിയിക്കാൻ ഒരു മെസ്സേജ് ഉണ്ട്. അന്ന് മെസ്സേജ് എങ്ങനെ അയക്കുന്ന ഒരു കത്തയക്കുക. അപ്പൊ യാത്ര ചെയ്യാൻ ഒരാഴ്ച വേണമെന്നുണ്ടെങ്കിൽ കത്ത് വരാത്ത ദിവസമാണ് 10 ദിവസം കഴിയും. അപ്പൊ 17-ാം ദിവസമാണ് അമ്മയ്ക്ക് മെസ്സേജ് കിട്ടുന്നത്. അങ്ങനെ അമ്മയുടെ ആരോഗ്യം ക്ഷയിച്ചപ്പോ ആ ജോലി അദ്ദേഹം രാജിവെക്കുകയാണ്. നേരെ മറിച്ച് 2.25 മണിക്കൂറോ 4 മണിക്കൂറോ എല്ലാവരും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ മനോരമ സ്ഥാപിക്കാതെ അദ്ദേഹം അവിടെ കേരളമന്ത്രത്തിന്റെ പത്രാധിപരായി അവിടെ ജോലിക്കാരനായി ജീവിച്ച് പിന്നെ ചക്രം വന്നപ്പോ എന്തെല്ലാം അനുഭവങ്ങളുണ്ടായി. നമ്മള് ചക്രത്തിനെ ആദ്യം ഉപയോഗിച്ചത് ഈ പറഞ്ഞ യാത്രയ്ക്ക് തന്നെയാണ്. പക്ഷെ ചക്രം ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളിൽ പിന്നീട് എത്രയോ ഘട്ടങ്ങൾ വൈകി ചില ആളുകൾ ആഗ്രഹിച്ചു. അതെന്തുകൊണ്ടാണ് ഇത്രയും വൈകിയെന്നുള്ള പലപ്പോഴും എന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കസേരയ്ക്ക് അല്ലെങ്കിൽ മേശയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രസംഗ പീഠത്തിന് ഒരു വീട് വയ്ക്കുന്നതിന് എന്തുകൊണ്ട് എത്ര താമസമാണ്? ചക്രം കണ്ടുപിടിച്ചിട്ട് 10-300 വർഷങ്ങളായി. നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഒരു വെള്ളറ്റും കൊണ്ട് അനേകം ട്രോളികൾ ഒരുമിച്ച് ഒരാൾ തെളിക്കൊണ്ട് പോകുന്നു. അതിന് വീട് വെച്ചിട്ട് എത്ര വർഷമായി? അപ്പൊ ആപ്ലിക്കേഷൻസ് പിന്നീട് ആരോ ഒരാൾക്ക് മനസ്സിൽ തോന്നി ഇങ്ങനൊരു കാര്യം ഇത്. അതുവരെ നമ്മള് ഈ മേശയും ഇതുമെല്ലാം താല്പര്യമായിട്ടും 2-3 പേരും ചേർന്ന് മാറ്റിവെച്ചുകൊണ്ട് പ്രവാസികളായി ഇവിടെ വന്ന എല്ലാവരും അവരുടെ വലിയ പൊട്ടി എങ്ങനെ കൊണ്ടുവന്നൊരു കാലമുണ്ടായിരുന്നു. ആരാണ് ഇതിന് ആദ്യമായിട്ടൊരു വീട് വെക്കണമെന്ന് ആലോചിച്ചത്? അതെന്തുകൊണ്ടാണ് 250 വർഷം വൈകിപ്പോയത്? അങ്ങനെ നോക്കുമ്പോൾ എക്സലൻസിന് വേണ്ടി ചില ആളുകളുടെ മനസ്സിൽ മാത്രമേ ഈ ആശയമുള്ളൂ. വീട് കണ്ടുപിടിച്ചാണ് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് വീട് കണ്ടുപിടിച്ചത്. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരാളെ പെട്ടിക്ക് വീട് വെക്കുന്നതിനെ പറ്റിയൊക്കെ വളരെ മുമ്പ് തന്നെ ആലോചിക്കാം. അച്ഛനിയുടെ കാര്യത്തിൽ സംഭവിച്ചു. അച്ഛന് വെക്കുന്നതിന് മുമ്പുള്ള ജീവിതം എങ്ങനെയായിരുന്നു അറിയണമെങ്കിൽ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിനെ പറ്റി ആലോചിച്ചാൽ മതി. നമ്പൂതിരി സമുദായത്തെ പോലൊരു സമുദായം ലോകത്തിൽ വേറെ ഉണ്ടാകും. വിദ്യ മുഴുവൻ നമ്പൂതിരി സമുദായത്തിന്റെ കയ്യിലാണ്. വേറെ ആർക്കും ഒന്നും അവകാശമില്ല. അവർ തങ്ങളുടെ വാമൊഴിയായിട്ട് കൈകാര്യം ചെയ്തു. അവർക്കും അവരോട് അടുത്തിട്ടുള്ളവർക്കും മാത്രമേ സ്കൂളിൽ പ്രവേശിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഉച്ചയ്ക്ക് അകലം വരച്ച് നിൽക്കുന്നവർക്ക് സ്കൂളിൽ വരാൻ നോക്കിയില്ല. പിന്നോക്ക സമുദായങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നെന്ന് ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഈഴവ സമുദായത്തിന് പോലും സ്കൂളിൽ കയറാൻ അവകാശമില്ലാത്തൊരു കാലം. നമ്പൂതിരി സമുദായം വിദ്യ മുഴുവൻ അടക്കി കയ്യിലടക്കി. നമ്പൂതിരി സമുദായം നാട്ടിലെ ഭൂമി മുഴുവൻ അവർക്ക് അവകാശപ്പെട്ട ഭൂമി അന്യാധീനമാകാതിരിക്കാൻ വേണ്ടി അച്ഛനുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ആ കുടുംബത്തിൽ 5 മക്കളോ 10 മക്കളുടെ ഭർത്തായിട്ട് ചിന്തിച്ചതി അവരുടെ കൊച്ചുമക്കളും ഒക്കെയായിട്ട് പിന്നെ പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കിയത്. മൂത്തയാൾ മാത്രമേ മൂത്തയാൾക്ക് മാത്രമേ യഥാർത്ഥത്തില് കല്യാണം കഴിക്കാവൂ. ബാക്കിയുള്ളവർക്ക് സമ്മതം. മറ്റ് സമുദായങ്ങൾക്ക് സമ്മതം ചെയ്താലുള്ള അവരുടെ കുട്ടികളുണ്ടായ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല ജീവിതത്തിൽ ഉണ്ടാവില്ല. അദ്ദേഹം അവരുടെ വിശിഷ്ടാതിന് മാത്രമാണ്. രാജഭരണം ഒഴിച്ച് ബാക്കി എല്ലാം നമ്പൂതിരി സമുദായത്തിന്റെ കയ്യിലായിരുന്നു. ക്ഷത്രിയന്മാർക്ക് മാത്രമേ രാജാവാകാൻ കഴിയുള്ളൂ. പക്ഷെ നമ്പൂതിരിമാർ എന്ത് ചെയ്തു? ആ രാജാക്കന്മാരുടെ ഉപദേഷ്ടാക്കന്മാരായിരുന്നു. രാജാക്കന്മാർ ഇവര് പറയുന്ന പോലെ ചെയ്യുകയുണ്ടായിരുന്നു. അങ്ങനെ കേരളം മുഴുവൻ അടക്കി ലഭിച്ചൊരു സമുദായം അവസാനം മറ്റൊരു നമ്പൂതിരി കൊണ്ടുള്ള ഒരു പരിഷ്കരണത്തിലുള്ള ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു. അതുവരെ ഒരു ജോലിയും ചെയ്യാതിരുന്ന നമ്പൂതിരി സമുദായത്തിന് ഓരോ സ്ഥലം എല്ലാം നഷ്ടപ്പെടുന്ന പോലെ.
ജോലി എന്തെങ്കിലും നമ്മളെപ്പോലെ ചെയ്തിരുന്നില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ സമുദായത്തിൽ ഒരാൾ എക്സലൻസിന്റെ പേര്, കാരണം നമ്മളെക്കാളൊക്കെ ധാരാളം ബുദ്ധിശക്തിയുള്ള ഒരു സമുദായമാണ്. പക്ഷെ അത് നമ്മൾ അച്ഛനും വിദ്യ പോലും നമ്മുടെ സമുദായത്തിന്റെ കയ്യിൽ നിന്നും നമ്മുടെ തൊട്ടു മുമ്പത്തെ തലമുറയിൽ ജീവിച്ചിരുന്ന ഒരു മഹാകവിയുണ്ട്, മൂലൂർ സമുദായത്തിലെ കുമാരനാശാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹാകവിയാണ്. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ ഇടവണ്ണത്തെ ജീവിച്ചതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്കൂളിൽ പ്രവേശിക്കാൻ അവകാശമില്ലായിരുന്നു. ഇത് സ്കൂൾ കെട്ടിടമാണെങ്കിൽ ഇവിടെ നിന്ന് നിശ്ചിത അകലത്തിൽ ഈഴവ സമുദായത്തിൽ നിൽക്കാവുന്ന അകലത്തിൽ ആ റോഡിനപ്പുറത്ത് അദ്ദേഹം വന്നിരിക്കും. കൂടുതൽ നടക്കുന്ന മുഴുവൻ സമയം കാറ്റ് അനുകൂലമാകുമ്പോൾ ഇതിലെ വരുന്ന കാറ്റിന്റെ കൂടെ ചില അക്ഷരങ്ങളും ചില വാക്കുകളും അവിടെ വരുന്നു. അത് കേട്ട് പഠിച്ച ഒരാള് മലയാളത്തിലെ വലിയൊരു മഹാകവിയായി. പല കാര്യങ്ങളും അദ്ദേഹം പഠിച്ചതല്ല. കണ്ണത്തിൽ പഠിച്ചാകുമ്പോഴേക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. നാട്ടുകാരനാണെങ്കിലും തൊട്ടടുത്തൊരു സ്ഥലമാണ്. അപ്പൊ മനോരമ ആരംഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൂന്നിലെ ഇടയ്ക്കിടയ്ക്ക് ചില കവിതകൾ അയച്ചിരുന്നു, ഞാൻ പബ്ലിഷ് ചെയ്യാം. പക്ഷെ 3-4 മാസമായിട്ട് കവിത വരാതായപ്പോൾ ഒരു തവണ തിരുമൂലപുരത്ത് ഇരുന്നപ്പോൾ വഴിയിൽ തിരുവല്ലായിൽ വെച്ചോ തെങ്ങന്നൂരിൽ വെച്ചോ മൂന്നിനെ കണ്ടപ്പോൾ ചോദിച്ചു, മൂന്നിൽ എന്താ ഈ കവിത എന്ന് അയക്കാൻ ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ മൂന്നിൽ പറഞ്ഞു, ഈ അഞ്ചലില് ഇത് അയക്കുന്ന രീതി എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ തപാലിൽ പോയി എങ്ങനെ ഇത് കവറിലാക്കി അത് സ്റ്റാമ്പ് പൊട്ടിച്ച് ഇത് അയക്കുമെന്നുള്ള അറിയില്ലാത്ത ഒരു ആളാണ്. അപ്പൊ കണ്ടത് പറഞ്ഞൊരു കാര്യം ചെയ്താൽ മതി, തിരുമൂല എന്റെ വീട്ടിൽ കൊടുത്താൽ മതി, ഞാൻ അഞ്ചോടും വീട്ടിൽ വന്ന് ഞാൻ വീട്ടിൽ വന്നത്. അങ്ങനെയാണ് മൂടിയുടെ കവിതയുടെ മകത്തിലൂടെ വന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അന്ന് വിദ്യയില്ലായിരുന്ന സമുദായങ്ങളിലാണ് അച്ചടി വന്നപ്പോൾ നമ്പൂരി സമുദായത്തിലെയോ ഉയർന്ന സമുദായങ്ങളാണെയോ ആരുടെയും അവകാശമോ അല്ലെങ്കിൽ അധികാരമോ ഇല്ലാതെ സമ്മതങ്ങളില്ലാതെ നമുക്ക് എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാൻ ടെക്സ്റ്റ് ബുക്ക് അച്ചടിച്ച് വന്നപ്പോൾ അതുവരെ വാമൊഴിയായിട്ട് ടെക്സ്റ്റ് ബുക്ക് അച്ചടിച്ച് വന്നപ്പോൾ അധ്യാപകരില്ലാതെ നമുക്ക് പഠിക്കാവുന്ന ഒരു സ്ഥിതി വന്നു. അത് എന്തൊരു റെവല്യൂഷൻ ഉണ്ടാക്കി. അതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരേ സംഗതിക്ക് എത്രയോ വേർഷൻസ് ഉണ്ടായിരുന്നു. മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് 200 വേർഷൻസ്. കാരണം ഒരാൾക്ക് കേട്ട് എഴുതിയ ഒരു മഹാഭാരതം, ഒത്തിരി മഹാഭാരതം ഉണ്ടാവാം. പക്ഷെ അത് വായിച്ച ഒരാൾ രണ്ടാമത് അതിനൊരു കോപ്പി എഴുതുമ്പോൾ പറഞ്ഞു കേട്ടത് വെച്ച് എഴുതുമ്പോൾ അത് വേറൊരു മഹാഭാരതമാണ്. രാമായണം നമ്മൾ രാജീവ് ഗാന്ധി പറഞ്ഞിട്ട് രാമായണം എന്ന് പറയുന്ന സീരിയൽ ആരംഭിച്ചപ്പോൾ സാധാരണ നേരിട്ട് വെല്ലുവിളികൾ എത്രയോ രാമായണങ്ങൾ ചെയ്തു. ഇതിലേത് രാമായണമാണ്? അപ്പോ അച്ചടി വന്നപ്പോ ഇതിനെല്ലാം വ്യത്യാസം ഉണ്ടായി. അച്ചടി പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലേക്ക് വരുന്നതിന് ഈ പുസ്തകങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു റെവല്യൂഷൻ വരുത്തിയത് ഒരു മലയാളിയല്ലായിരുന്നു. നമ്മുടെ സ്വദേശാനന്ദ രാമകൃഷ്ണനെ നമ്മുടെ നാട് എടുത്തത് തിരുവനന്തപുരത്ത് നിന്നുള്ള ആ മൊഴിയിലൂടെ അപ്പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് വിടുകയായിരുന്നു. ഒരു സർക്കിൾ വരികയായിരുന്നു. അതേ റൂട്ടിലൂടെ ആന്ധ്രയിൽ നിന്നൊരു വെട്ടി ഇവിടെ വന്നു, എസ് വെട്ടിയാണ്. അദ്ദേഹം കൊല്ലത്ത് ആരംഭിച്ച അച്ചടിശാലയിൽ നിന്നാണ് മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വന്നത്. അതിനു മുമ്പ് ബെഞ്ചമിൻ ബേബി എന്ന് പറയുന്ന ഒരു മിഷണറി ഇംഗ്ലണ്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് കോട്ടയത്ത് വന്ന് മലയാളത്തിലെ ആദ്യത്തെ അച്ചടിശാല കോട്ടയത്ത് ആരംഭിച്ചു, CMS പ്രസ്. അതിനു മുമ്പ് മലയാളം കേരളത്തിൽ അച്ചടിച്ചില്ല, കേരളത്തിന് പുറത്ത് അച്ചടിച്ചിരുന്നു. പോർച്ചുഗീസ് മലബാറിക്സ് എന്ന് പറയുന്ന പുസ്തകം വിദേശത്ത് അച്ചടിച്ചു. വത്തിക്കാനിന്റെ ബൈബിളിന്റെ ചില വീഡിയോ അടിച്ചു. പക്ഷെ മലയാളത്തിൽ കേരളത്തിൽ അച്ചടി ആദ്യമായി ആരംഭിക്കുന്ന കോട്ടയത്താണ്. കോട്ടയത്തിൽ അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യം ആരംഭിച്ചത് കോട്ടയത്താണ്. കിൻഡർഗാർട്ടൻ കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച കോട്ടയത്താണ്. അപ്പൊ അങ്ങനെ പല പൈനിയേഴ്സ് ഉണ്ടായിരുന്നു, ഇന്നോവേഷൻസ് ഉണ്ടായിരുന്ന ആളുകൾ, എക്സലൻസിന്റെ പുറകെ പോയ ആളുകൾ.
അച്ചടി വന്ന് ബെഞ്ചമിൻ പേജ് വന്നപ്പോൾ ആദ്യം ചെയ്തത് പ്രശ്നമുണ്ടാക്കി. മലയാളത്തിലെ അക്ഷരങ്ങൾ പണ്ട് ഇന്ന് നമ്മൾ കാണുന്ന പോലെ തന്നെ ഉരുണ്ട അക്ഷരങ്ങളായിരുന്നു, ചതുര അക്ഷരമാണ്. താഴെ എഴുതുകയാണ്, ഇങ്ങനെ മുകളിലോട്ട് പോയി വലത്തോട്ട് വന്ന് താഴെ വന്ന് വീണ്ടും ഇടത്തോട്ട് പോയി എല്ലാം ജന്മമാനമായിട്ടായിരുന്നു. അദ്ദേഹം ഉരുണ്ട അക്ഷരങ്ങൾ നമ്മുടെ ഇവിടുത്തെ കൊല്ലന്മാരിലുള്ളത് കാസ്റ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം മലയാളത്തില് അച്ചടി ആരംഭിച്ചു, പത്രങ്ങൾ ആരംഭിച്ചു. അദ്ദേഹത്തിന് മുമ്പ് ഇത് ചെയ്തവരുണ്ട്. ഗുണ്ടത്തിൽ എന്ന് പറയുന്ന ജർമ്മനി എന്ന് പറഞ്ഞ മിഷണറി, അതായത് മലയാളത്തിലേക്ക് മിഷണറിമാർ വന്നത് രണ്ടു വഴിയില്ല. മലബാറിലേക്ക് വന്നതെല്ലാം ജർമ്മനിയിലായിരുന്നു, ദാസൻ മിഷൻ. തിരുവിതാംകൂറിലേക്കും കൊച്ചിയിലേക്കും വന്നതെല്ലാം ബ്രിട്ടനിൽ നിന്നായിരുന്നു. ബ്രിട്ടനിൽ നിന്ന് ബെഞ്ചമിൻ പേജ് നേരത്തെ വീടിന്റെ കാര്യം പറഞ്ഞത്, ബെഞ്ചമിൻ പേജ് കോട്ടയത്ത് എത്താനായിട്ട് 4 മാസം എടുത്തു. കപ്പലിൽ കയറി മദ്രാസിൽ വന്നു. മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് പോകണം, തിരുവിതാംകൂറിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ആദ്യം അദ്ദേഹത്തെ അയച്ചത് ആലപ്പുഴയില്ല. ആലപ്പുഴ അന്ന് തിരുവിതാംകൂറിലെ എന്ന് മാത്രമല്ല ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പട്ടണം, തുറമുഖ പട്ടണം. ആ തുറമുഖ പട്ടണത്തിൽ വന്നപ്പോൾ അവിടുത്തെ ജനസംഖ്യയും ആ ജനസംഖ്യയില് വളരെ കുറച്ച് ആളുകൾ മലയാളികൾ, ബാക്കി എല്ലാ സമുദായങ്ങളും ഗുജറാത്തികൾ മുതൽ വിദേശികൾ മുതൽ അന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ നമ്മുടെ കറുത്ത വർഗ്ഗക്കാർ ആഫ്രിക്കയിൽ മുതലുകൂടെയാണ് തുറമുഖമാണെങ്കിൽ അവിടുത്തെ ചെറു ജോലികൾ ചെയ്യാൻ വന്നവരാണ്. അവിടുത്തെ അന്നത്തെ ജനസംഖ്യ തിരുവിതാംകൂറിലെ ആലപ്പുഴ പട്ടണത്തിലെ അന്നത്തെ ജനസംഖ്യ 11,000 പേരാണ്. ഇവിടെ നമ്മുടെ സാമ്രാജ്യം ആരംഭിക്കാമെന്ന് സന്തോഷിച്ചിരുന്നപ്പോ അദ്ദേഹത്തിന് മെസ്സേജ് വന്നു കോട്ടയത്ത് വരിക. അന്ന് കോട്ടയത്തിലെ ജനസംഖ്യ പറയുന്നത് 500 താഴെയാണ്. അങ്ങനെ ഒന്നുമില്ലാത്ത കോട്ടയത്ത് നിന്ന് തന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന പറയുമ്പോൾ ഒരല്പം വിഷമത്തോടുകൂടി വന്ന ബെഞ്ചമിൻ പേജ് നമ്മുടെ നാടിനെ മുഴുവൻ മാറ്റി നിർത്തിച്ച ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യും. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് മടങ്ങി പോകാൻ സഫീഷ്യന്റായ പ്രകോപനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടി മരിച്ചു. രണ്ടാമതൊരു കുട്ടി മരിച്ചത് കോട്ടയത്തിൽ വെച്ച് ബാബു മേടിച്ചാണ്. അപ്പൊ ബാബു മേടിച്ചിട്ട് ആ കുട്ടിയെ കോട്ടയത്ത് അറിയിക്കുക. 2 കുട്ടികൾ നഷ്ടപ്പെട്ട ഒരാളായി മടങ്ങി പോകാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം ഇവിടെ നിന്ന് മലയാളത്തിൽ ശരിയാവുന്നെല്ലാം ചെയ്തു. ഗുണ്ടറിലാണ് ആദ്യം മലയാളത്തിൽ പത്രം തുടങ്ങിയത്. തലശ്ശേരി ഇരിക്കുന്നെന്ന് പറയുന്ന അവിടെ ആദ്യം രാജ്യസമാചാരം എന്ന് പത്രം തുടങ്ങി. പത്രത്തിന്റെ പേര് രാജ്യസമാചാരം എന്നാണെങ്കിൽ നമ്മളെന്ത് വിചാരിക്കും അതിനകത്തെ രാജ്യം നമ്മുടെ സ്റ്റേറ്റാണ്. അത് സ്റ്റേറ്റായിരുന്നു, അത് സ്വർഗരാജ്യമായിരുന്നു. അപ്പൊ ദൈവിക കാര്യങ്ങളും മലയാളത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഗുണ്ടട്ട് പത്രം തുടങ്ങിയത്. ഗുണ്ടട്ട് അവിടെ നിന്ന് ആരംഭിച്ച 2ാമത്തെ പത്രവും അങ്ങനെയായിരുന്നു. കോട്ടയത്ത് നിന്ന് ആരംഭിച്ച 3ാമത്തെ പത്രവും 4ാമത്തെ പത്രവുമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ജനറൽ ഇൻട്രസ്റ്റ് ന്യൂസ് പേപ്പറായിട്ട് രൂപാന്തരപ്പെട്ട. അതിനകത്ത് ബെഞ്ചമിൻ പേജിന്റെ ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ആണ്. ഗുണ്ടട്ടിനെ നമ്മള് മലയാളത്തിലെ നിഘണ്ടുവിന്റെ പിതാവായിട്ട് കാണുന്നു. ഗുണ്ടട്ട് നിഘണ്ടു ഉണ്ടാക്കുന്നതിന് 18 വർഷം മുമ്പ് ബെഞ്ചമിൻ പേജിൽ നിഘണ്ടു ഉണ്ടാക്കി. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ഗുണ്ടട്ടിനെ മാത്രം ആഗ്രഹിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ ഗുണ്ടട്ടിന്റെ പോലെ അത്രയും സമഗ്രമായ ഒരു ഡിക്ഷണറി ആയിരുന്നു. 18 വർഷം മുമ്പ് ഇവിടെ മലയാളം പഠിച്ച് നമ്മളിതൊന്നും ആലോചിച്ചു. ഇവിടെ ഉള്ള പ്രവാസിയായിട്ട് വന്ന് ഈ ഭാഷയിൽ ഇവിടുത്തെ ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഹെൽപ്പുള്ള ടാസ്കായി. ഈ 2 ആളുകൾ പരസ്പര ബന്ധമില്ലാതെ 2 സ്ഥലത്ത് നിന്ന് മലയാള ഭാഷയ്ക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ ആലോചിച്ച് അവർ 2 പേരും പത്രം തുടങ്ങി. അവസാനം ബെഞ്ചമിൻ പേജിയുടെ സ്വാധീനത്തിലുള്ള ഈ വിദ്യാസംഘടനകൾ എന്ന് പറയുന്ന അത് ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നത് CMS കോളേജിന്റെ മാഗസിനാണ്. വിദ്യാസംഘടനത്തിലാണ് ആദ്യമായിട്ട് ശാസ്ത്രവാർത്തകൾ വരുന്നത്. അപ്പൊ അത്രമാത്രം അലേർട്ടായ ഒരു പത്രാധിപരായിരുന്നു അദ്ദേഹം. അപ്പൊ അത് കഴിഞ്ഞ് അച്ചടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നാടിനൊക്കെ ലോകത്തിൽ എല്ലായിടത്തും ഭയങ്കരമായിട്ട് ജോലിയുണ്ടായി. അങ്ങനെ നമ്മൾ എക്സലൻസിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ മനസ്സിൽ വരുമെന്ന് ആലോചിക്കാം. എന്റെ മനസ്സിലെ പുറകോട്ട് പോകുമ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു എക്സലൻസ് ഉദാഹരണം വരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ കാര്യത്തിലാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുത്തി കുഞ്ചൻ നമ്പ്യാർ എങ്ങനെ
അദ്ദേഹത്തിന്റെ പിതാവ് കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂരിന് കിഴക്കുവശത്ത് നമ്മുടെ PK വാസുദേവനായുടെ ജന്മസ്ഥലമായ കിടങ്ങൂരിൽ ജനിച്ചാണ്. അദ്ദേഹം ഒരു നമ്പൂതിരിയായിരുന്നുകൊണ്ട് പൂജാകർമ്മങ്ങൾ ചെയ്യാനായി ഒറ്റപ്പാലത്ത് നടത്ത കിളിക്കുറിശി മണ്ഡലത്തെ ക്ഷേത്രത്തിൽ ജോലിയായിട്ട് പോയി. അവിടെ ഈ പറഞ്ഞവർ തന്നെ മൂത്ത മകനല്ലാത്തതുകൊണ്ട് വിവാഹം കഴിക്കാതെ ഒരു സമ്മർദ്ദത്തിൽ ഏർപ്പെട്ടു ഒരു നായർ സിനിമയിൽ. അതിലുണ്ടായ കുട്ടിയാണ് കുഞ്ചിതമ്മ. കിടങ്ങൂരിൽ അക്കാലത്ത് 250-300 വർഷം മുമ്പാണ്. അന്ന് ഇങ്ങനെ അവിടെ വരെ എത്തിയെന്നുള്ള ആദ്യത്തെ ചോദ്യം വെള്ളത്തിലൊരു നമ്മുടെ ഈ ചെറിയ ദൂരത്തിൽ ഒരാഴ്ച എടുത്തിട്ട് അദ്ദേഹം അവിടെ വരെ എങ്ങനെ എത്തി? തിരിച്ചു കുഞ്ചനമ്പിയാതെ എങ്ങനെ ആലപ്പുഴയ്ക്ക് അപ്പുറമുള്ള അമ്പലപ്പുഴ വരെ എത്തി? കുഞ്ചനമ്പിയാർ ഒറ്റയടിക്ക് വന്നാലെന്ന് ഞാൻ സമ്മതിക്കുന്നു. അനേക രാജകൊട്ടാരങ്ങളിലും അവരുടെ ആശ്രിതനായിട്ട് ജീവിച്ച് അമ്പലപ്പുഴ വന്നു. അമ്പലപ്പുഴ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പണി അവിടെ ക്ഷേത്രത്തിലെ ഭക്ഷണം കഴിച്ച് ജീവിക്കാം. ക്ഷേത്രത്തിന്റെ കിളിത്തത്തിൽ ചാക്യാട് കൂട്ട് നടക്കുന്നു. ചാക്യാട് കൂട്ടുന്ന മുഴാവ് എന്ന് പറഞ്ഞാൽ വൃക്ഷം അത് കൂട്ടുന്ന ജോലി കിട്ടി. സൂക്ഷ്മമായ ഭക്ഷണമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുമ്പോൾ പണിയിലിടയ്ക്ക് ചെയ്യാൻ വയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തു പോയി, ഉറങ്ങിപ്പോയി. ചാക്യാട് ഇങ്ങനെ കൂട്ടു പറയുന്ന മുഴാവ് കൂട്ടാൻ ആളില്ല, ഉറങ്ങുന്നു. ചാക്യാട് അതുപോലെ അയാൾ ജോലിയിൽ പറഞ്ഞിട്ടുണ്ട്. ജോലി എന്ന് പറഞ്ഞു വിട്ട അതേ സെക്കൻഡിൽ തന്നെ ചാക്യാരുടെ ഉറക്കം പോയി. കാരണം നാളെ ജോലിയില്ല, ഭക്ഷണമില്ല, എന്ത് ചെയ്യും? പക്ഷെ കുഞ്ചൻ നമ്പിയാർ ഒരു അസാമാന്യ മനുഷ്യനാണ്. ഒറ്റ രാത്രിയോട് പുതിയൊരു കലാരൂപം തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ഈ തട്ടില് വലിയ ദീർഘമായ തട്ടാണ് ക്ഷേത്രത്തിൽ. തട്ടിന്റെ അങ്ങേയറ്റത്ത് വന്ന് അദ്ദേഹം തുടരാരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഓഡിയൻസ് മുഴുവൻ ചാക്യാരുടെ മുമ്പിലാണ്. അപ്പൊ ചാക്യാരുടെ ജോലി തന്നെ ആളുകളെ പരിഹസിക്കുകയാണല്ലോ. ചാക്യാര് വളരെ പരിഹാസപൂർവ്വം കുഞ്ഞത്തമ്പിയെ നോക്കി. ഇവരിന്ന് കഞ്ഞി കുടിച്ചത് തന്നെ. കാരണം ഒരു ഓഡിയൻസ് വേഗം സർവീയാണ്. പക്ഷെ 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോ ചാക്യാരുടെ മുമ്പിലുള്ള ഓഡിയൻസ് നടത്തിരിക്കുകയാണ്. അവര് പെയ്യ നിറങ്ങി നീങ്ങി കുഞ്ചനമ്പിയാരുടെ മുമ്പിലെത്തി. അങ്ങനെ പൂർണ്ണമായിട്ടും തന്റെ സദസ് നഷ്ടപ്പെട്ട ചാക്യാർ വെറുതെ വിട്ടില്ല. ഇന്ദിരാഗാന്ധിയൊക്കെ നിയമം മുൻകൂർ തിരുത്തിയതുപോലെ അദ്ദേഹം ഒരു രാജാവിനോട് പറഞ്ഞു, ഈ തട്ടിൽ ചാക്യാർക്കൂട്ടല്ലാതെ വേറൊരു കലാരൂപം അവതരിപ്പിക്കാൻ പാടില്ലെന്ന് നിയമം പാസ്സാക്കി. അങ്ങനെ രാജാവ് ഒരു കൽപ്പന പ്രകടിപ്പിച്ചു. അവിടെ ചാക്യാർകൂത്ത് മാത്രമേ നടത്താൻ പാടുള്ളൂ, അവിടെ തുകൽ പാടില്ല. അങ്ങനെ കഴിഞ്ഞ 300 വർഷമായി അവിടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തുകലില്ല. 15 വർഷം മുമ്പ് കർണാടകക്കാരനായ രാമനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായപ്പോൾ അദ്ദേഹം നിരോധനം നീക്കി. ഇന്നത് തുടരിൽ വയ്ക്കുന്നു. പക്ഷെ എനിക്ക് മറ്റേ കാര്യത്തിൽ കേൾക്കും, ഒരു രാത്രി കൊണ്ട് അതുവരെ ഇല്ലാത്തൊരു കലാരൂപം എങ്ങനെ ഉണ്ടാക്കുന്നു? ഒരു നല്ല കാർപ്പൻ്റർക്ക് ഇന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടാൽ ഇന്ന് രാത്രി ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ കഴിയുന്ന പോലെ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നതിനുള്ള ഒരു മഹാ അത്ഭുതമായിരുന്നു കുഞ്ഞനമ്പിയാരുടെ കാലത്ത്. നമ്മൾ നോവലോ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചാൽ അതിന്റെ പ്രിന്റ് കണ്ടാൽ നമുക്കറിയാം പുതിയതാണ്. അതിന്റെ കടലാസ് കണ്ടാറിയാം. കടലാസ് കൊണ്ട് അതിന്റെ പഴക്കം അറിയാം. പഴയ നോവലുകളോ പഴയ പുസ്തകങ്ങളോ വായിച്ചാൽ. പക്ഷെ പുസ്തകത്തിന്റെ പഴക്കം കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമാർന്നതിന്റെ ഭാഷയാണ്. നമ്മൾ CV രാമചന്ദ്രന്റെ നോവൽ വായിച്ചാൽ ഇതിന് 100-150 വർഷം പഴക്കമുള്ള നോവലാണ് നമുക്കറിയാം. നേരെ മറിച്ച് ഇന്ന് സക്കറിയയുടെ ഒരു നോവലോ അല്ലെങ്കിൽ CV ബാലകൃഷ്ണൻ എഴുതിയ ഏക നോവലോ വായിച്ചാൽ ഒരു 10 വർഷം. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ, ഭാഷയുടെ ചതുരത, ഇതെല്ലാം. കുഞ്ചൻ നമ്പ്യാര് 300 വർഷം മുമ്പ് എഴുതിയ കവിതകളെ പറ്റി ആലോചിച്ചാലോ അത് ഇന്നും വായിച്ചാൽ ഇന്നലെ എഴുതിയതായിട്ട് എന്തുകൊണ്ട് നമുക്ക് തോന്നുന്നു എന്തൊരു എക്സലൻസ് ആയിരുന്നത്. കാലമില്ലാത്ത കാലം എന്നൊരു ചിന്ത. ഇന്ന് പത്രാധിപന്മാരുടെ വാർഷികോത്സവങ്ങളിൽ എഴുത്തുകാരോട് ആവശ്യപ്പെടുന്ന പോലുള്ളൊരു വിഷയമാണ്. അതിന് അദ്ദേഹം കൊടുത്ത രൂപകൽപ്പന എന്ന് ആലോചിച്ച് നോക്കി.
സ്കൂളിൽ പഠിച്ചവരുണ്ടാവുന്നത് ഇന്ന് രണ്ടാമത് എടുത്തു നോക്കിയാൽ അതിനകത്ത് ഒരു വാക്ക് മാറ്റി വെക്കാനില്ല, പഴയതായ ഒരു വാക്കുമില്ല. അതിൽ അദ്ദേഹം കൊണ്ടിരിക്കുന്ന ആശയങ്ങളെല്ലാം പുതുതാണ്. കാലമില്ലാത്ത കാലമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്റെ മുമ്പിലും എന്റെ സ്റ്റേജിലിരിക്കുന്ന ആളുകൾക്ക് പ്രവാസികളിലൂടെ വരാൻ പറ്റും. ഇവിടെ വരുമ്പോൾ നമ്മുടെ മുഖമുദ്ദേശം നമ്മുടെ പണി ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് വേക്കൻസി ഇല്ല. എനിക്ക് മലയാളമേ വരാൻ പറ്റുള്ളൂ. മലയാളമൊരു സംരക്ഷണമെന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഗ്രേറ്റ് കാൽപ്പാട് മുതലെടുത്ത് ജോലി ചെയ്യുക 800 വയസ്സിൽ 900 വയസ്സിൽ. അതിന് ചമത്കാരത്തോടെയാണ് കുട്ടിനമ്പിയാൽ പറഞ്ഞത്. എങ്ങനെ ആ മനുഷ്യൻ ഇത്രമാത്രം കണ്ടംപററിയാകാൻ കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനമ്പിയാൽ പോലും. പിന്നെ എന്റെ മനസ്സിൽ അത്ഭുതത്തോട് ഞാൻ കണ്ടൊരു കാര്യം, DYFI 1975 തോന്നുന്നു, അതോ 85 DYFI ഇന്ന് നമ്മള് കണ്ണൂരിലെ 3 ജയരാജന്മാരെ പറ്റി നമ്മൾ പറയുള്ളൂ. അതിലൊരു ജയരാജൻ, ME ജയരാജൻ DYFI പ്രസിഡന്റായിരുന്ന കാലത്ത് വളരെ പുതിയൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. മനുഷ്യക്കങ്ങനെ ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിന് തലേ വർഷം അമേരിക്കയിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യക്കങ്ങനെ തലേ ദിവസം അമേരിക്കയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടന്നതിന്റെ ഒരു വിഷയം ഞാൻ പത്രത്തിൽ കൊടുത്ത് ജയരാജൻ ഇന്നുവരെ എന്നോട് ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആശയം അമേരിക്കയിൽ ആ കടം മേടിച്ചെന്ന് പറഞ്ഞാൽ തന്നെ DYFI ആളുകളെ. പക്ഷെ എന്നാലും മലയാളത്തിൽ ഇതിന്റെ ആശയം തെക്ക് കടീക്കുപട പോലെ വടക്ക് മഞ്ചേശ്വരം പോലെ ഒരേ സമയം എല്ലാവരും കൈകോർത്ത് നിൽക്കുന്നു. 4 മുതൽ 5 വരെ സമയം, വെയിലറിയ സമയം. ആ ആശയത്തിന്റെ കൗതുകം കൊണ്ട് ഇതിന് ചേരാനായിട്ട് ഇടതുപക്ഷക്കാരല്ല, വലതുപക്ഷക്കാര്, വൈദികര്, മെത്രാന്മാരൊക്കെ ചെയ്യുന്നു. ഞാൻ വൈറ്റിലെ ജംഗ്ഷനിലെ പടം ഇവിടെ ഉണ്ട്. എല്ലാ പത്രക്കാരും ഒന്നാമതെന്നാണ് പടം എടുത്തത്. വൈറ്റിലെ ജംഗ്ഷനിൽ ഒരു നിലയിൽ നിൽക്കാൻ ഇങ്ങനെ കൈ കൂർത്ത് നിൽക്കാൻ സ്ഥലമില്ല. കാരണം തൊട്ടടുത്താണ് കൂടെ നിൽക്കാം. കൈ ഇങ്ങനെയാണ് ചാനല. അത് ഒരു വരിയിൽ നിന്നിട്ട് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാവുന്നത് 2 വരി, 3 വരി, 4 വരി നിന്നിട്ടാണ് മനുഷ്യക്കന്നല ഇങ്ങനെ പോകുന്നത്. 15 വർഷം കഴിഞ്ഞപ്പോൾ DYFI അന്നത്തെ പ്രസിഡന്റ്, അതാണ് പേര് തന്നെയാണ് ഓർക്കുന്നത്. കാരണം അത് രണ്ടാമത്തെ ഇതുപോലുള്ള ഹ്യൂജായ ഒരു മനുഷ്യക്കല്ല. അദ്ദേഹത്തിന് പോയി നമുക്ക് മനുഷ്യക്കങ്ങൾ ഒന്നോട് ചെയ്താലും കളിക്ക് കൂടെ മുതൽ മഞ്ചേശ്വരം മുതൽ ഒറ്റ വേണം എല്ലാവരും വേണം. പക്ഷെ ആശയത്തിന്റെ പുതുമ എപ്പോഴത്തേക്കും പോയതുകൊണ്ട് അതിന് ചേരാൻ DYFI അണികളോട് മുഴുവനില്ല. വീണ്ടും വൈറ്റിലെ പഠിക്കാൻ വേണ്ടി, വൈറ്റിലല്ല കേരളത്തിൽ എല്ലായിടത്തും ചങ്ങല മുന്നിൽ പോയി. കാരണം അതിലൊരു ഇന്നോവേഷൻ ഇല്ലായിരുന്നു, അതിനകത്തൊരു എക്സലൻസ് ഇല്ലായിരുന്നു. ഇത് നേരത്തെ നമ്മുടെ ഒരു നേതാവ് 15 വർഷം മുമ്പ് ഇംപ്ലിമെന്റ് ചെയ്ത ആശയമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിനകത്തൊരു കൗതുകമുണ്ട്. ഇന്ന് മനുഷ്യജനങ്ങൾക്ക് നടക്കുന്ന ഈ റോഡിന് ചുറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയുള്ളൂ. ഇങ്ങനൊരു ഭീമം ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പൊ അത് പുതുതായ ഒരു ആശയം എന്ന് പറയുമ്പോൾ ഒരു കൗതുകമുണ്ട് നമ്മളെ കാണുകയാണ്. ഞാൻ അമേരിക്കയിൽ ഇതുപോലെ മലയാളി പത്രത്തോടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് പോയിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഈ മനുഷ്യജനങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ കോഫി ബ്രേക്കിൽ ഒരു 14 വയസ്സുള്ള ഒരു സ്ത്രീയെ നമ്മൾ ചോദിച്ചു. DYFIയുടേതായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ മനുഷ്യജനങ്ങൾ. മലയാളത്തിൽ നമുക്ക് ഇന്ത്യയിൽ അപ്പൊ അസ്ത്രീയാണ്. സാറെ യഥാർത്ഥത്തിൽ കൂടെ കുറിച്ച് സത്യമല്ലായിരുന്നു ആദ്യത്തെ മനുഷ്യജനങ്ങൾ. ആ കയറെ കുറിച്ച് സത്യം ചെയ്തിട്ട് സാധിച്ചില്ല. ഞാൻ ഇതിങ്ങനെ ഓർക്കാതെ പോയി. ഈ കൂടെ കുറിച്ച് സത്യം എന്ന് പറയുന്ന ഒരു മനുഷ്യജനങ്ങളായിട്ട് എനിക്ക് എന്തുകൊണ്ട് ഭാവന ചെയ്യാൻ കഴിയില്ല. അപ്പൊ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ട് ഞാൻ ചോദിച്ചു, ഏത് പത്രത്തിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? അപ്പോഴും ഞാൻ പത്രപ്രവർത്തകർ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഈ വർക്ക്ഷോപ്പിലേക്ക് വന്നതാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ വേദോസ്റ്റാണ്. കല്യാണം കഴിഞ്ഞൊക്കെ വന്നപ്പോ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടണമെന്നുള്ളത് ഇവിടുന്ന് തന്നെ നേഴ്സിംഗ് ക്ലാസ്സായി ഞാനിപ്പോൾ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്തു. ഒരു നേഴ്സായി ജോലി ചെയ്യുന്ന ഒരു യുവതി, അവർക്കുള്ള ഭാവന പത്രബോധത്തിൽ ഇത്രയും വർഷമൊക്കെ എനിക്കില്ലാതായതെന്ന് ഞാൻ നാണിച്ചൊരു നിമിഷം. അപ്പൊ അതാണ് എക്സലൻസ് എന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ അതിനെപ്പറ്റി എല്ലാം എഴുതുമ്പോൾ ഇത്ര വർഷം മുമ്പ് പോർച്ചുഗീസുകാരുടെ കാലത്ത്
മലയാളത്തിലെ വിശ്വാസത്തെ, ക്രിസ്ത്യാനികളുടെ വിശ്വാസം അടിയുറപ്പിക്കാൻ വേണ്ടി ചെയ്ത പൂനെക്കുറിച്ച് സത്യമായിരുന്നു ആദ്യത്തെ മനുഷ്യക്കമേല എന്ന് പറയാനുള്ളൊരു ഭാവനയും ഇതും നമുക്കില്ലെന്നൊരു പിന്നെന്തായാലും. അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് DC കിഴക്കേമുള്ള ഒരു 2 വർഷത്തേക്ക് ഞാൻ അത്ഭുതത്തോടെ ആലോചിച്ചു.